ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാർട്ടിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള $US പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നമുക്ക് ഓരോ ക്രാഷിൻ്റെ സമയത്തും കൃത്യമായിട്ടുള്ള ബോട്ടം ഏരിയാസ് കാണിച്ചു തന്നിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ 2014 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയപ്പോഴാണ് ആ ഒരു ഏരിയ ഒരു ബോട്ടം ഏരിയ ആയിട്ടൊന്ന് കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ട് മന്ത്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നും മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷമാണ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് കടക്കുകയും ദെൻ ഒരു പുതിയ ഓൾ ടൈം ഹൈ 2018 ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബിറ്റ്കോയിൻ വീണ്ടും ഒരു ക്രാഷ് സംഭവിക്കുകയാണ്. അവിടെയും നമുക്ക് ഈ രീതിയിൽ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയപ്പോൾ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുകയും സൈഡ് വേസ് ആയിട്ടൊന്ന് മന്ത്ലി ടൈം ഫ്രെയിമിൽ നീങ്ങുകയും ചെയ്യുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് പ്രൈസ് വീണ്ടും ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൽ ഓവർസോൾഡ് കണ്ടീഷനിൽ മുകളിലേക്ക് പോയപ്പോൾ പ്രൈസ് പുതിയ ഒരു ബുൾ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് 2021 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും പ്രൈസ് ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇത് ഒരു ബോട്ടം ആവുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലെല്ലാം സംഭവിച്ച പോലെ, മുൻ ക്രാഷുകളിലെല്ലാം സംഭവിച്ച പോലെ തന്നെ ഇത് ഒരു ബോട്ടം ഏരിയ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര നാൾ എടുക്കും ഈ ഒരു ബോട്ടം ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് എൻ്റർ ആവാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് 2014 ഏകദേശം 304 ദിവസം എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 10 മാസത്തോളം എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടം ഏരിയ ബ്രേക്ക് ആവാനും ദെൻ ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് എൻ്റർ ആവാനും. എന്നാൽ 2018 വന്നപ്പോൾ വെറും 151 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് വെറും 5 മാസം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു ബോട്ടം ഏരിയ ബ്രേക്ക് ആവാനും പുതിയ ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനും. സോ 2014 കാര്യം നോക്കുകയാണെങ്കിൽ 2014 നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ അധികം ആളുകളൊന്നും തന്നെ ബിറ്റ്കോയിനിലേക്കോ അല്ലെങ്കിൽ ക്രിപ്റ്റോ സ്പേസിലേക്കോ വരാത്ത ഒരു സമയമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയമെടുത്തിട്ടാണ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് ബിറ്റ്കോയിൻ കടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാൽ 2018 ആയപ്പോഴേക്കും അത്യാവശ്യം ആളുകൾ ക്രിപ്റ്റോ സ്പേസിലേക്ക് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 മാസം കൊണ്ട് തന്നെ ഇത് ഈ ഒരു ബുൾ മാർക്കറ്റിലേക്ക്, ഈ ഒരു ബെയർ മാർക്കറ്റ് എൻഡ് ആവുകയും ഒരു 5 മാസം കൊണ്ട് തന്നെ ബുൾ മാർക്കറ്റിലേക്ക് കടക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ബിറ്റ്കോയിനിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഇപ്പോഴത്തെ 2022 എന്ന് പറയുന്ന കാലഘട്ടത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് ആളുകളും ഒരുപാട് കമ്പനികളും ഒക്കെ ക്രിപ്റ്റോ സ്പേസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ബിറ്റ്കോയിനിൽ ഈ ഒരു ബെയർ മാർക്കറ്റ് എൻഡ് ആവുകയും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2014 10 മാസം എടുത്തുകൊണ്ടാണ് ഈ ഒരു ബെയർ മാർക്കറ്റ് എൻഡ് ആയതെന്നുണ്ടെങ്കിൽ 2018 അത് വെറും 5 മാസമായിരുന്നു. സോ 2022 അതൊരു 2.5 മാസമോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇത് ഒരു ബോട്ടം ഏരിയ ആണെങ്കിൽ, ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഇതൊരു ബോട്ടം ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസം കൊണ്ട് നമുക്ക് ബിറ്റ്കോയിൻ ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷേ നമുക്ക് ഇതുവരെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്ന യാതൊരു തരത്തിലുള്ള കൺഫർമേഷനും കിട്ടിയിട്ടില്ല. അതായത് അടുത്ത മാസം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാസം, ഈ ഒരു ജൂലൈ മാസത്തിൽ ഒരു വീക്കായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ആവുന്നത്. അടുത്ത മാസം ഒരു ഗ്രീൻ ക്യാൻഡിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൽ നമുക്കൊരു ക്രോസ് ഓവർ, ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q4 നമുക്കൊരു ബുൾ മാർക്കറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക്കിൽ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് Q4 Q4 നമുക്കൊരു ബുൾ മാർക്കറ്റിലേക്കുള്ള ബുൾ മാർക്കറ്റിൻ്റെ ഒരു തുടക്കം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നിലവിൽ നമുക്ക് അതിനുള്ള കൺഫർമേഷനും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു 20K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു 2018 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇനിയും ബിറ്റ്കോയിൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇതൊരു ബോട്ടം ഏരിയ ആവുമോ എന്നൊരു പ്രതീക്ഷ നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സ്റ്റിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് ബിറ്റ്കോയിനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു ഫിബൊനാച്ചി ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫിബൊനാച്ചി ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ 0% എന്ന് പറയുന്ന ഒരു ലെവലിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂളിൽ ഈ ഒരു 0.7 എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 20K എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നത്.
ആൻഡ് അടുത്തതായിട്ട് വരുന്ന ലെവൽ എന്ന് പറയുന്നത് 100% ആണ്. അതായത് ഏകദേശം ഒരു 11K എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു 100% ലെവൽ വരുന്നത്. സോ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരിക ഈ ഒരു 100% എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരിക്കും. അതായത് ഈ ഒരു 11K എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും. നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10K എന്ന് പറയുന്ന പ്രൈസിലേക്ക് 12K മുതൽ 10K വരെയുള്ള ആ ഒരു ഏരിയയിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 100% കാണിക്കുന്ന ഈ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 2019 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു 11K എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, ആ ഒരു ഏരിയനെ ഒരുപാട് ക്യാൻഡിൽസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കി സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് മാസങ്ങളോളം ഈ ഒരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ബിറ്റ് കോയിനിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് 2021 ഒരു പുതിയ ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് ബിറ്റ് കോയിൻ പോയിട്ടുള്ളത്. സോ ആ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന 20K എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 11K അല്ലെങ്കിൽ 12K മുതൽ 10K വരെയുള്ള ആ ഒരു ഏരിയ ആയിരിക്കും. സോ അവിടെ ആയിരിക്കും ബിറ്റ് കോയിൻ ഒരു ബോട്ടം ഏരിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിലും ഞാൻ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു 100 ലെവൽ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വരുന്നത് 11K എന്ന് പറയുന്ന പ്രൈസിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചാർട്ട് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് പ്രൈസ് വളരെയധികം ബുദ്ധിമുട്ടുന്ന കാണാനായിട്ട് പറ്റും. മുകളിലോട്ട് പോകണോ താഴേക്ക് പോകണോ എന്ന് കൃത്യമായിട്ട് അറിയാതെ പ്രൈസ് നല്ല രീതിയിലൂടെ ബുദ്ധിമുട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് സെല്ലേഴ്സും ബയ്യേഴ്സും ഒരേപോലെ ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകാനായിട്ട് പ്രൈസിനെ നിർബന്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ, അതായത് ഇവിടെ ഈ ക്യാൻഡിൽസിൻ്റെ ഹൈ ഷാഡോസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് 21K മുതൽ 22K വരെയുള്ള ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അടുത്ത ആഴ്ചയിൽ ഇപ്പോൾ ഈ വീക്കിലെ ക്യാൻഡിൽ നാളെ ക്ലോസ് ചെയ്യും. അടുത്ത ആഴ്ചയിലെ ക്യാൻഡിൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഷോർട്ട് ടൈമിൽ, ലോങ് ടൈമിലല്ല. എന്തുകൊണ്ട് ലോങ് ടൈമിലല്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഈ ഒരു ഏരിയ ഈ 21K മുതൽ 22K വരെയുള്ള ഈ ഒരു ഏരിയ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈമിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. എന്നാൽ ആ ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് അധികം നാൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റും. കാരണം ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്, ഒരു പാരലൽ ചാനൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു പാരലൽ ചാനൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് കൃത്യമായിട്ട് സപ്പോർട്ട് എടുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ രീതിയിൽ അതായത് ഈ ഒരു പാരലൽ ചാനലിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു 22K എന്ന് പറയുന്ന പ്രൈസിന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ദെൻ അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടായിരിക്കും പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ സംഭവിച്ച പോലെ ഈ രീതിയിൽ ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു 22K എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഈ ഒരു ഹൈ ഷാഡോസ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ഏരിയ, അതായത് 21 മുതൽ 22K വരെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു പാരലൽ ചാനലിൻ്റെ സെൻറ്റർ ലൈനിലാണ് വരുന്നത്. സോ ഈ ഒരു സെൻറ്റർ ലൈനും പലപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്ത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സെൻറ്റർ ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടും പ്രൈസിന് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ താഴേക്ക് പോകാവുന്നതാണ്. ഏകദേശം ഒരു 14K വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മൂവ്മെൻറ്റ് അത്തരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 14K എന്ന് പറയുന്നത് നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂളിൽ മന്ത്ലി സപ്പോർട്ടായിട്ട്, മന്ത്ലി S1 ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. സോ നമുക്കിനി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു 11K എന്ന് പറയുന്ന ഏരിയ മാത്രം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് ചാർട്ട് പാറ്റേൺസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഇവിടെ ഒരു പാരലൽ ചാനൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്.
ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്തപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു പ്രൈസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇതൊരു അപ്പ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഏത് രീതിയിലാണ് എത്രത്തോളം ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസിന് ഇതാ ഈ രീതിയിലുള്ള ഇത്രയും വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് പിന്നീട് ഒരു പാരലൽ ചാനലിനകത്ത് നിന്ന് കളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ ഡൗൺ ആവുന്ന കാണാനായിട്ട് പറ്റും. ആൻഡ് അവിടെയാണ് പ്രൈസ് പുതിയതായിട്ടുള്ള ഒരു ലോ ക്രിയേറ്റ് ചെയ്യുകയും ദെൻ വീണ്ടും ആ ഒരു പാരലൽ ചാനലിനകത്ത് നിന്ന് കളിക്കുകയും ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വരച്ച പോലെ തന്നെ നമുക്ക് ഇവിടെയും ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ലെവൽ, അതായത് 18K എന്ന് പറയുന്ന ഈ ഒരു ലെവൽ പ്രൈസ് ഇവിടെയും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു 11K എന്ന് പറയുന്ന പ്രൈസിന് അടുത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലും എല്ലാം തന്നെ ആ ഒരു ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു 11K എന്ന് പറയുന്ന പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 12K മുതൽ 10K വരെയുള്ള ഒരു പ്രൈസ് റേഞ്ച് തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ്കോയിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് 12K മുതൽ 10K വരെയുള്ള ഒരു ഏരിയ. ആൻഡ് ഇവിടെ നിന്ന് ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് കടക്കണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻ്റ് ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ CPR ലെവൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് CPR ലെവൽ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു 21K മുതൽ 24K വരെയുള്ള ഈ ഒരു ഏരിയ ആണ് ഇവിടുത്തെ CPR ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു CPR ലെവലിന് മുകളിലേക്ക്, ഈ ഒരു CPR ലെവലിനകത്താണ് പ്രൈസ് എങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് താഴേക്കൊരു റിജക്ഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം മുൻ മാസങ്ങളിലെ CPR ലെവലിന് താഴേക്കാണ് പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു ഡൗൺ ട്രെൻഡാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു CPR ലെവലിന് മുകളിലേക്ക് പ്രൈസ് പോവുകയും ഈ ഒരു CPR ലെവലിന് മുകളിലായിട്ട് പ്രൈസ് ഫോം ചെയ്യുകയും അടുത്ത മാസത്തെ CPR ലെവൽ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇതിന് മുകളിലായിട്ട് ഫോം ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്കതൊരു ബുൾ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലേക്ക് അത് കടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഈ രീതിയിൽ പ്രൈസ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവാത്തിടത്തോളം കാലം, അതായത് ഈ 24K എന്ന് പറയുന്ന ലെവലിന് മുകളിലേക്ക് പ്രൈസ് പോകാത്തിടത്തോളം കാലം നമ്മളൊരു ബെയർ മാർക്കറ്റിൽ തന്നെയാണ്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വയ്ക്കുക. ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കുക. സോ നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.